الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, നശ്വരമായ ഐഹിക ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് അള്ളാഹുവിന്റെ ഒട്ടനവധി സൃഷ്ടികളുടെ കൂട്ടത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള അള്ളാഹു ഉത്കൃഷ്ടനാക്കിയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യരായ നമ്മൾ. ലോകത്ത് മനുഷ്യന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ജീവജാലങ്ങൾ, അവയുടെ ജീവിത രീതികൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കാര്യമായ മാറ്റങ്ങൾ, പുരോഗതികൾ നമുക്ക് കാണുക സാധ്യമല്ല. മുമ്പ് എങ്ങനെയാണോ അവ ജീവിച്ചിരുന്നത് അതേപോലെ അവയുടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ പുരോഗതികൾ നമുക്ക് കാണാൻ കഴിയും. അവന്റെ വീട് നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുന്ന വിഷയത്തിലും, അതുപോലെ അവന്റെ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവിധാനങ്ങളിലുമൊക്കെ ദിനേന എന്നോണം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് ഇങ്ങനെ ഒരു പുരോഗതി നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള സൃഷ്ടികളെക്കാൾ വലിയ ഒരു ഉത്കൃഷ്ടതയും ശ്രേഷ്ഠതയും പ്രദാനം ചെയ്തത് മനുഷ്യൻ അല്ലാഹു വിജ്ഞാനം നൽകിക്കൊണ്ടാണ്. വികസിപ്പിക്കുവാനും അതേപോലെ തന്നെ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനുമൊക്കെ പറ്റുന്ന രൂപത്തിൽ പടച്ച തമ്പുരാൻ മനുഷ്യന് അറിവ് പ്രദാനം ചെയ്തു. ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾക്ക് യാതൊന്നും അറിയാത്ത അവസ്ഥയിലാണ്. ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല.
പിന്നീട് അങ്ങോട്ട് മനുഷ്യൻ അള്ളാഹു അവന് നൽകിയിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ പലതും അവൻ ആർജിച്ചെടുക്കുകയാണ്, അവൻ അറിവ് സമ്പാദിക്കുകയാണ്, വികസിപ്പിക്കുകയാണ്. ഇങ്ങനെ അതിലൂടെ മനുഷ്യൻ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ പല മേഖലകളിലും അവൻ ഈ നേട്ടം കൈവരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്ത് വിജ്ഞാനമില്ലാതെ ജീവിക്കുക സാധ്യമല്ല, അറിവില്ലാതെ ജീവിക്കുക സാധ്യമല്ല. കാരണം മറ്റ് ജീവജാലങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നൈസർഗികമായ ചില കഴിവുകളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവക്ക് വേണ്ട രക്ഷപ്പെടാനുള്ള, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ഇരപിടിക്കുവാനുള്ള മാർഗങ്ങൾ, ഭക്ഷണം തേടുവാനുള്ള മാർഗങ്ങൾ, കൂട് വെക്കുവാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിലും മനുഷ്യന് അപ്രകാരം ലഭിച്ചാൽ മാത്രം പോരാ. ഒരു ചെറിയ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ കുഞ്ഞ് അത് വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ നീന്തി കരപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രായത്തിലുള്ള ഒരു മനുഷ്യന്റെ കുഞ്ഞാണ് വെള്ളത്തിൽ വീണതെങ്കിൽ അവന് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ മനുഷ്യന് ഈ ഭൂമിയിൽ രക്ഷപ്പെടുവാൻ വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സംവിധാനം അറിവാണ്. ഈ വളരെയധികം ശക്തമായ, ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന, വളരെ ആഴമേറിയ ഈ ഭൂമി ലോകത്ത് മനുഷ്യന് രക്ഷപ്പെടുവാൻ വിജ്ഞാനം മാത്രമേ മാർഗമുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി നൽകിയ വഹ്യ് വായനയെയും പഠനത്തെയും കുറിച്ചായിരുന്നു. ഹിറാ ഗുഹയിൽ ഇരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത് ഇഖ്റ എന്നാണ്. നീ വായിക്കണം, പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവിന്റെ നാമത്തിൽ നീ വായിക്കണം, പഠിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിക്കൊണ്ട് വഹി നൽകിയത് ജ്ഞാനസമ്പാദനത്തെ കുറിച്ചായിരുന്നു. അറിവ് ആർജിക്കുന്നതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ വഹി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഇത്രമാത്രം വലിയ പ്രാധാന്യം അതിന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ചോദിച്ചത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, പ്രവാചകരെ താങ്കൾ ചോദിക്കണം. അറിവിന്റെ പ്രാധാന്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും സമമാകുമോ? ഒരു വിഷയത്തെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയും ആ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു വ്യക്തിയും ഒരുപോലെയാവില്ല. അത് ഭൗതികമായ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. മതപരമായ, ഭൗതികമായ മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ഏർപ്പാടുകളുമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള ആളുകൾ അവരും ഒന്നും ആ വിഷയത്തെക്കുറിച്ച് അറിയാത്ത ആളും ഒരിക്കലും സമമാവുകയില്ല എന്ന് മനുഷ്യനെ കൃത്യമായി കൊണ്ട് ബോധ്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തയെ തട്ടിയുണർത്തിക്കൊണ്ട് അറിവിന്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ് നമുക്കിവിടെ ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അല്ലാഹു നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ വിജ്ഞാനം നൽകപ്പെടുകയും ചെയ്ത ആളുകൾക്ക് പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമെന്നാണ്. അല്ലാഹു പദവികൾ ഉയർത്തിക്കൊടുക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ ഇൽമു നൽകപ്പെടുകയും വിജ്ഞാനം നൽകപ്പെടുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് സൂറത്ത് മുജാദിലയിലെ 11ാമത്തെ സൂക്തത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി പഠിപ്പിച്ച കൂട്ടത്തിൽ അറിവിനെ ഉൾപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എനിക്ക് കൂടുതൽ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരു പ്രാർത്ഥന പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടില്ല. അതേസമയം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത് വഖുൽ റബ്ബി സിദ്നി ഇൽമ, പടച്ചവനെ എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ, വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്നതാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ചില നമ്മളൊക്കെ പലപ്പോഴും കേവലം വിജ്ഞാനം ആർജിക്കുക എന്നത്
അത് ഔപചാരികമായ പഠനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിജ്ഞാനത്തിന്റെ വർധനവിന് വേണ്ടിയുള്ള ഒരു ശ്രമമോ അന്വേഷണമോ പലപ്പോഴും ഉണ്ടാവാറില്ല. ഏതെങ്കിലും ചില കോഴ്സുകൾ നമ്മൾ പൂർത്തിയാക്കുന്നു, ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതോടുകൂടി എന്റെ പഠനം അവസാനിച്ചു എന്ന രൂപത്തിലുള്ള ചിന്ത ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. മറിച്ച് വിശ്വാസി നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും അതേപോലെ തന്നെ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വർദ്ധിപ്പിച്ച് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ള പരിശ്രമവുമായി കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ നിരന്തരമായിക്കൊണ്ട് വിജ്ഞാനം എവിടെയാണോ നമുക്ക് ലഭിക്കുന്നത്, ഒരറിവ് നമുക്ക് എവിടെയാണോ ലഭിക്കുന്നത്, ആ അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി ആർജിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായിക്കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. വായനയിലൂടെ, പഠനത്തിലൂടെ, അതേപോലെ തന്നെ കേൾവിയിലൂടെയൊക്കെ ഒരുപാട് നമുക്ക് അറിവുകൾ സമ്പാദിക്കുവാനും ആർജിക്കുവാനും കഴിയും. അതുകൊണ്ട് ഈ വിജ്ഞാനം ആർജിക്കുവാനുള്ള മാർഗങ്ങൾ അത് യാതൊരു വൈമനസ്യവുമില്ലാതെ, പ്രായഭേദമില്ലാതെ നമുക്കൊക്കെ ഏത് സമയത്തും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കാരണം നമുക്ക് ലഭിച്ച അറിവ് മാത്രം പോരാ, അതിനേക്കാൾ വർധനവുണ്ടാവണം. ആ വർധനവിന് വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിജ്ഞാനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പടച്ചവനോട് നിരന്തരമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ അറിവ് ലഭിക്കുന്ന മാർഗങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്യണം എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇസ്ലാം അജ്ഞതയെ അതിശക്തമായി കൊണ്ട് എതിർത്തിട്ടുള്ളൊരു മതമാണ്. അറിവില്ലായ്മയെ അങ്ങേയറ്റം എതിർത്തിട്ടുള്ളൊരു മതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഇൽമില്ലാത്ത, നിനക്ക് അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ നീ പോകരുത്. ഏതൊരു വിഷയത്തിലേക്ക് നീ പ്രവേശിക്കുകയാണെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊരിക്കലും ജ്ഞാനമല്ല. അതിന്റെ അടിസ്ഥാനപരമായ തെളിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ അന്ധമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു സംഘത്തെയോ അനുധാവനം ചെയ്യുക എന്നത് ഇസ്ലാമിക രീതിയല്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് യാതൊരു വിജ്ഞാനവുമില്ലാത്ത, അറിവുമില്ലാത്തതിന്റെ പിന്നാലെ നീ പോകരുത്. കാരണം നിനക്ക് അറിവ് ആർജിക്കുവാൻ വേണ്ട ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, കേൾവിയും കാഴ്ചയും ഹൃദയവും, ഇതൊക്കെ നിനക്ക് നിന്റെ വിജ്ഞാനങ്ങൾ ആർജിക്കുവാനുള്ള, അത് വികസിപ്പിക്കുവാനുള്ള ചില മാർഗങ്ങളാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. കേൾവി ഉപയോഗപ്പെടുത്തണം, കാഴ്ച ഉപയോഗപ്പെടുത്തണം, അതേപോലെ തന്നെ ചിന്താശേഷി, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനും അതിന്റെ വിജ്ഞാനത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അജ്ഞതയെ അതിശക്തമായി കൊണ്ട് ഇസ്ലാം എതിർത്തു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം അറിവിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു പരാമർശം ഇപ്രകാരമാണ്: അന്നാസു മുഹ്താജൂന ഇലൽ ഇൽം ഖബലൽ ഖുബ്സി വൽ മാ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റൊട്ടിയും വെള്ളവും ഒക്കെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് അതിന്റെയൊക്കെ മുമ്പ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് വിജ്ഞാനമാണ്. കാരണം അന്നൽ ഇൽമ യഹ്താജു ഇലൈഹിൽ ഇൻസാനു ഫീ കുല്ലി സഅ. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം എന്നത് ഓരോ സന്ദർഭത്തിലും ഓരോ നിമിഷവും അവൻ ആവശ്യമാണ്. ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ആ വിഷയത്തിൽ അവൻ അറിവുണ്ടാവണം. അതേസമയം വെള്ളവും റൊട്ടിയുമൊക്കെ അഥവാ ആഹാരവും വെള്ളവുമൊക്കെ മനുഷ്യന് ദിവസത്തിൽ 1-2 തവണയൊക്കെ മതിയാകും. പക്ഷേ അറിവ് എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലേക്ക് അവൻ ഇറങ്ങിത്തിരിക്കുന്നുവോ ആ വിഷയങ്ങളൊക്കെ അവൻ അറിവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് അറിവിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത്. വിജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു സംഗതിയാണ്. പ്രവാചക തിരുമേനി പറഞ്ഞല്ലോ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടിക്കൊണ്ട് ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വിജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി ഒരു മാർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതുവഴി അവന് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതൊരു വിജ്ഞാനമായിരുന്നാലും ശരി, വിജ്ഞാനത്തിന്റെ ശാഖകളിൽ അത് മതപരമായ വിജ്ഞാനമാവട്ടെ ഭൗതികമായ വിജ്ഞാനമാവട്ടെ, ഏത് ശാഖകളിൽ ഒരാൾ പ്രവേശിച്ചാലും ആ ശാഖകളിലൂടെ അവൻ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുവാനും അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുവാനും സാധിക്കും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൗതിക ജീവിതത്തിലെ വിവിധങ്ങളായ ശാസ്ത്രശാഖകൾ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രസതന്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന, കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളത്തെക്കുറിച്ച് അവൻ പഠിക്കുമ്പോൾ
അവൻ ഹൈഡ്രജനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചും പഠിക്കുന്നു. ഇതിൽ ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണെങ്കിൽ ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്, അത് അവൻ പഠിക്കുന്നു. എന്നാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും നിശ്ചിതമായ അനുപാതത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ കത്തുന്ന വസ്തുവിനെ കെടുത്തുവാനുള്ള വെള്ളമായിക്കൊണ്ടത് പരിണമിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം തീർച്ചയായും അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയെ താൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നും അവനെ ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ ശാസ്ത്രശാഖകളിലേക്ക് പോയിരുന്നാലും മനുഷ്യന്റെ ജീവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഇതിലൂടെയൊക്കെ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കണ്ടെത്തുവാനും അവനെ മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അറിവുള്ളവർ മാത്രമാണ്, ഉലമാക്കൾ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾ സാധാരണ ഉലമാ എന്നൊക്കെ പറയുമ്പോൾ മതപരമായ പാണ്ഡിത്യമുള്ള ആളുകളാണ് ഉലമാക്കൾ എന്ന് പൊതുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇസ്ലാമിൽ ഇൽമ് എന്നത് കേവലം ഒരു മതപരമായ വിജ്ഞാനത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഖുർആനും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഇൽമു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സയൻസ് എന്നാണ്, വിജ്ഞാനം എന്നതാണ്. അപ്പൊ വിജ്ഞാനത്തിന്റെ ഏത് മാർഗത്തിലൂടെ ഒരാൾ പ്രവേശിച്ചാലും അതിലൂടെ അവൻ അള്ളാഹുവിനെ കണ്ടെത്തുവാനും അതുവഴി അവന്റെ ധാർമ്മിക ജീവിതം നന്നാക്കിയെടുക്കുവാനും ധാർമ്മികമായ അവസ്ഥ ശക്തിപ്പെടുത്തുവാനും അവന് സാധിക്കും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനസമ്പാദനത്തിന്റെ വിഷയത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അറിവ് ആർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ പുറകോട്ട് വലിച്ചിരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനം ആർജിക്കുന്ന വിഷയത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിഅമൻ നിസാഉ നിസാഉൽ അൻസ്വാർ, അൻസാരി വനിതകൾ എത്ര നല്ല സ്ത്രീകളാണ്, അൻസാരി വനിതകൾ എത്ര നല്ല സ്ത്രീകളാണ്. ലം യംനഉഹുന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ, അവർക്ക് മതപരമായ വിഷയങ്ങളിൽ അവഗാഹം നേടുന്നതിൽ ലജ്ജ ഒരു തടസ്സമല്ല. അവർ ചോദിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരെത്ര നല്ലവരാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം ഭാര്യമാരെ പഠിപ്പിക്കുവാൻ വേണ്ടി ശിഫാ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പ്രത്യേകമായി കൊണ്ട് ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അക്ഷരാഭ്യാസം, അറിവ് സമ്പാദനം എന്ന് പറയുന്നത് അത്രമാത്രം വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഒരു അറബി കവി ഇപ്രകാരം സൂചിപ്പിച്ചത്, അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ ആറാഖി. മാതാവ് എന്ന് പറയുന്നത് ഒരു വിദ്യാലയമാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ മാതാവാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ, ആ മാതാവിനെ വിജ്ഞാനം നൽകിക്കൊണ്ട് അവളെ നീ സജ്ജമാക്കി കഴിഞ്ഞാൽ അഅദത്ത ശഅബൻ തയ്യിബൽ ആറാഖി, നല്ല വേരുറ്റ ഒരു സമൂഹത്തെ നിനക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അവർ വിദ്യ ആർജിക്കുന്നതിലൂടെ അവരുടെ മക്കളിലേക്കും അതിന്റെ ഗുണങ്ങൾ ലഭിക്കും എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് വിജ്ഞാനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വിദ്യ ആർജിക്കുന്ന ആളുകൾ, വിജ്ഞാനം നുകരുന്ന ആളുകൾ അത് കൃത്യമായി അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ, അതിന്റെ ഗുണഫലങ്ങൾ പ്രകടിപ്പിക്കുവാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വിദ്യ ആർജിച്ചുകൊണ്ട് അതിന് വിപരീതമായി കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കേണ്ടതാണ് വിജ്ഞാനം എന്ന് നാം മനസ്സിലാക്കണം. അതേസമയം ഉന്നതമായ വിജ്ഞാനങ്ങൾ നേടിയ പലരും വിജ്ഞാനത്തോടുള്ള നീതി പുലർത്താതെ സകല തിന്മകളിലേക്കും പോകുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. ലഹരിയുടെ പിന്നാലെ പോകുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, അഴിമതി നടത്തുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ മറ്റ് ചില തിന്മകളുടെ പിന്നാലെ പോകുന്ന, ധാർമ്മിക സദാചാര മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ വിശ്വാസികൾ എന്ന നിലക്ക് അവന്റെ വിജ്ഞാനം അവന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നതാവണം, ജീവിതത്തെ സ്വാധീനിക്കുന്നതാവണം. അങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ധാർമ്മികമായ ബോധം അത് നമ്മൾ ഉൾക്കൊള്ളുവാനും അത് പകർന്നു കൊടുക്കുവാനും നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധാർമ്മികമായ ബോധം, ധാർമ്മികമായ അറിവ്, അത് പകർന്നു കൊടുക്കുന്നതിൽ സംഭവിച്ചു പോകുന്ന അപാകതകളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾക്ക് കാരണം എന്ന് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്. അതിലുള്ള അശ്രദ്ധയാണ് തലമുറകൾ നശിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് നാം മനസ്സിലാക്കണം. ഏതൊരു വിജ്ഞാനം നൽകുമ്പോഴും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാവി തലമുറക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൃത്യമായി കൊണ്ട് നമ്മൾ നൽകിയിരിക്കണം. ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഇനി എങ്ങോട്ടാണ് എനിക്ക് പോകാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനം ഒരാൾക്കുണ്ടായിരിക്കണം. ആരാണ് എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനം ഒരാൾക്കുണ്ടായിരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ഒരു മനുഷ്യൻ ആർജിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ പടച്ച, തന്നെ സൃഷ്ടിച്ച തന്റെ രക്ഷിതാവിനെ കുറിച്ചുള്ള അറിവാണ്. ആ ശ്രേഷ്ഠമായ അറിവ് നമുക്ക് ആർജിക്കാൻ കഴിയണം. പ്രവാചകന്മാരും മറ്റുമൊക്കെ തങ്ങളുടെ മക്കളുടെ ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നത്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു. ലുഖ്മാൻ തന്റെ മകനോട് ഉപദേശിക്കുന്ന സന്ദർഭം, അദ്ദേഹം ഉപദേശിക്കുന്നത് യാ ബുനയ്യ, വളരെ സ്നേഹത്തോടു കൂടിയാണ് വിളിച്ച് ഉപദേശിക്കുന്നത്, എന്റെ പൊന്നുമോനെ. എന്നിട്ട് ഉപദേശിക്കുന്ന ലാ തുശ്രിക് ബില്ലാഹ്, പടച്ചവനിൽ നീ പങ്കു ചേർക്കരുത്. പടച്ചവനിൽ നീ പങ്കു ചേർക്കാൻ പാടില്ല. പടച്ചവന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ, പടച്ചവന്റെ ഒരു സൃഷ്ടിക്ക് നീ വകവെച്ചു കൊടുക്കാൻ പാടില്ല. ലാ തുശ്രിക് ബില്ലാഹ്, മോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ലോകത്ത് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്, പങ്കുചേർക്കലാണ്. പടച്ചവനിൽ പങ്കുചേർക്കുക എന്നതാണ് ലോകത്ത് ഏറ്റവും വലിയ തിന്മ എന്ന് ലുഖ്മാൻ തന്റെ മകന് ഉപദേശിക്കുകയാണ്. ആ തിന്മ നീ ചെയ്യരുത് എന്ന് ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുന്നു. അതേപോലെ തന്നെ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ഒരു കാര്യം വളരെ നിസ്സാരമാണെങ്കിലും, എത്ര നിസ്സാരമാണെങ്കിലും, ഒരു കടുകമണിയോളം നിസ്സാരമാണെങ്കിലും ശരി, ഫതകും ഫീ സഖറ, ആ നിസ്സാരമായ കാര്യം അതൊരു കറുത്ത പാറയുടെ ഉള്ളിലാണെങ്കിലും, ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, അത് ആകാശത്തോ ഭൂമിയിലോ എവിടെയായിരുന്നാലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. നീ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ശരി, അതെവിടെ വെച്ചായിരുന്നാലും, എത്ര സ്വകാര്യമായിട്ടാണെങ്കിലും, ആരും അറിയില്ല എന്ന് വിചാരിച്ചാണെങ്കിലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. പടച്ചവനെ മറച്ചു വെച്ചുകൊണ്ട് യാതൊന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരു ബോധമാണ് മക്കൾക്ക് നൽകുന്നത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ഉള്ള പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ തങ്ങളുടെ മക്കളെ ഉപദേശിച്ചത് നമുക്ക് കാണാൻ കഴിയും. അവരെ വസിയത്ത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ, മരണ സന്ദർഭത്തിൽ, മരണാസന്നമായി കൊണ്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാർ തങ്ങളെ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ എന്തൊന്നിനെയാണ് ആരാധിക്കാൻ പോകുന്നത്? മക്കളുടെ മറുപടി, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, നിങ്ങളുടെ ഇലാഹിനെ, അഥവാ നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ഇലാഹുണ്ടല്ലോ, ഇലാഹൻ വാഹിദ്, ഏകനായ ആരാധ്യൻ, ആ ഏകനായ ആരാധ്യനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു തേടുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് മരണസന്ദർഭത്തിൽ, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ മക്കൾ പിതാക്കൾക്ക് ഉറപ്പ് നൽകുകയാണ്.
ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. വസിയത്ത് ചെയ്യുന്നത് മരണവേളയിൽ തന്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വസിയത്തല്ല പ്രവാചകന്മാർ നൽകുന്നത്. മറിച്ച് എന്റെ മക്കളെ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മക്കളോട് അതിശക്തമായ രീതിയിൽ വസിയത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അവരേതു തരം വിജ്ഞാനം ആർജിക്കുന്നവരായിരുന്നാലും ശരി, അവർക്ക് ദൈവികമായ ബോധം നമ്മൾ പ്രദാനം ചെയ്യണം. അത് നമുക്ക് പകർന്നു നൽകാൻ കഴിയണം. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അവർക്ക് ബോധം നൽകണം. പടച്ചവനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധ്യം അവർക്ക് നൽകുന്നതിലൂടെയാണ് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു സമുദായം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ വിജ്ഞാനം ആർജിക്കുന്ന വിഷയത്തിൽ ഈ സമുദായത്തെ നയിക്കുവാൻ പ്രാപ്തമായ ആളുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ്. മതപരമായ വിഷയങ്ങളിൽ അവഗാഹമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നത് സമൂഹം എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ബാധ്യതയായി കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതൊരു വിജ്ഞാനം ആർജിക്കുകയാണെങ്കിലും ശരി, മതപരമായ വിഷയങ്ങളിൽ അറിവ് ആർജിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് പകർന്നു കൊടുക്കുവാൻ പറ്റുന്ന രൂപത്തിൽ പ്രാപ്തരായ ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഇന്ന് മതപ്രഭാഷകന്മാർ ധാരാളമാണ്. മതത്തെക്കുറിച്ച് അവഗാഹമുള്ള ആളുകൾ ഉണ്ടായി വരേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് പറയുന്നത് വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫ, സത്യവിശ്വാസികൾ ഒന്നടങ്കം യുദ്ധത്തിന് പുറപ്പെടേണ്ടവരല്ല. അന്നത്തെ സാഹചര്യം നമുക്കറിയാം. യുദ്ധം അനിവാര്യമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോകുന്നത്. ആ ഘട്ടത്തിൽ എല്ലാവരും കൂടി യുദ്ധം ചെയ്യാൻ പോകേണ്ടവരല്ല. എന്നിട്ട് പറഞ്ഞു ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടുകൂടെ, എല്ലാവരും കൂടി പോകേണ്ടതില്ലല്ലോ. അതിലൊരു വിഭാഗം ആളുകൾ ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ അവഗാഹം നേടുവാൻ വേണ്ടി മാറി നിൽക്കണം, മതത്തിൽ അവഗാഹം നേടുവാൻ വേണ്ടി മാറി നിൽക്കണം എന്ന് കൃത്യമായി കൊണ്ട് ഇസ്ലാം ആവശ്യപ്പെടുകയാണ്. ആ നിലക്ക് നമ്മുടെ സമൂഹത്തിൽ മതപരമായ ജ്ഞാനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുക. അത്തരത്തിലുള്ള അറിവ് ആർജിച്ചുകൊണ്ട് അതിലൂടെ കൂടുതൽ അവഗാഹമുള്ള ആളുകളായിക്കൊണ്ട് അവരെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. റാസിഖൂന ഫിൽ ഇൽം, വിജ്ഞാനത്തിൽ അടിയുറച്ച ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ നിലക്ക് അടിയുറച്ച വിജ്ഞാനമുള്ള ആളുകളായിക്കൊണ്ട് അവരെ നമുക്ക് സമുദായം മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ നിലക്ക് പുതുതലമുറയിൽ മതബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ മതപരമായ വിജ്ഞാനങ്ങളിൽ അവഗാഹമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നതും നമ്മുടെ ബാധ്യതയായി കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ഓരോ വിദ്യാർത്ഥികളും അവരുടെ പഠന മേഖല ഏതാണ് എന്ന് നിർണ്ണയിക്കുന്ന ഒരു സമയമാണ്. ആ നിലക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകി പഠിക്കാൻ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉപരിപഠന സാധ്യത ഇല്ലാത്ത കുട്ടികൾക്ക് ഉപരിപഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഭരണകൂടത്തിന്റെയും മറ്റുമൊക്കെ ബാധ്യതയാണ് എന്ന നിലക്ക് അത്തരം കാര്യങ്ങളിൽ ഭരണകൂടങ്ങളും ഇടപെടേണ്ടതുണ്ട് എന്നാണ് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം ആർജിച്ചുകൊണ്ട് ആ വിജ്ഞാനം വികസിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا